കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി നാളത്തെ വിശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി സമയത്തിനുള്ളിൽ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം. ഇനി അപ്പൊ അഥവാ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടൊക്കെ ഇല്ല, മാത്രം നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇച്ചിരി ലേറ്റ് ആകത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ദേവും ലക്ഷ്മിയമ്മയും കൂടെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് വന്നത്. ശ്രീകാന്ത് ചോദിച്ചു, അല്ല മാല കെട്ടി കഴിഞ്ഞെന്ന് ചോദിക്കണം. ഇല്ല, കുറച്ച് സമയം കൂടെ വേണമെന്ന് പറയാം. ശ്രീകാന്ത് അവിടെ കയറിയിരുന്നു. ഇതുകൊണ്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോൻ പൊക്കോ, ഞാൻ അങ്ങോട്ട് മാല കൊണ്ടുവന്നേക്കാന്ന് പറയണേ. വേണ്ട ആന്റി, ഞാൻ ഇവിടെ ഇരുന്നാളാം, ഞാൻ മാല കിട്ടുന്ന കണ്ടു പഠിക്കാലോന്ന് വേണം. കണ്ടുപഠിച്ചു. ഭാര്യ വരുമ്പോൾ ഭാര്യയ്ക്ക് കെട്ടിക്കൊടുക്കാനായിരിക്കും അല്ലേന്ന് ചോദിക്കേ. അതിനെന്താ, നീ അല്ലേ ഉള്ളേന്ന് ചോദിക്കുക. ഇത് കേട്ടോ ലക്ഷ്മിയമ്മ പെട്ടെന്നൊന്ന് അന്താളിച്ചു. പെട്ടെന്നൊരു ചങ്കിടിപ്പുണ്ടേ. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവള് ഇവിടെ ഉണ്ടല്ലോ, ഇനിയിപ്പൊ എന്റെ ഭാര്യയ്ക്ക് മാല വേണമെങ്കിൽ ഞാൻ ഇവളോട് വന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതിയല്ലോ എന്ന് പറയാം. ഓ അങ്ങനെ, അപ്പോഴാണ് സമാധാനമായത്. അല്ല, അതിനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? വീട്ടിൽ തന്നെ എക്സ്പേർട്ടായിട്ട് ഒരാളുണ്ടല്ലോ, എന്റെ ചേച്ചി രേവതി ചേച്ചിനെപ്പോൾ എത്ര നല്ല സ്പീഡിൽ മാല ഇടുന്ന ആരും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ശരി തന്നെയാന്ന് പറയാ. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോൻ പൊക്കോ, മാല കെട്ടി കഴിയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാന്ന് പറയണേ. അത് കുഴപ്പമില്ല ആന്റി, ഞാനിവിടെ നിൽക്കാന്ന് പറയണേ. ഈ സമയത്ത് അങ്ങോട്ട് കലാവതി മുത്തശ്ശി വരുന്നേ. അല്ല, മാല കെട്ടി കഴിഞ്ഞെന്ന് വെക്കണം. ഇല്ല, കുറച്ചുകൂടി ഉണ്ട്, അത് നിങ്ങോട്ട് വാ, ബാക്കി ഇനി ദേവ് കിട്ടും. അല്ല, അകത്തേക്ക് വാന്ന് പറയണം. അല്ല, ഞാൻ വാന്നേ, ധൈര്യമായിട്ട് പോരെ. അല്ലെ, വീട്ടിലെ കല്യാണം നടക്കും, ഇങ്ങനെ മാറി നിൽക്കുകയാണ് ചെയ്യണ്ടേ, ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മേനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം അകത്ത് തിരുമേന്റെ അടുത്ത് ദേവതി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ തിരുമേനി എല്ലാ വിവാഹത്തിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, അതെ ആ വിളക്കൊന്ന് കൊളുത്ത്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ രേവതി വിളക്ക് കൊളുത്താൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതി ഇത് കണ്ടു. ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. വന്നിട്ട് ചോദിച്ചു, നീയാണോ വിളക്ക് കൊളുത്താൻ പോണെന്ന് ചോദിക്കുക. അല്ലമ്മേ, അത് നിന്നോട് ആര് പറഞ്ഞിട്ടേത്? എന്നോട് തിരുമേനി പറഞ്ഞു. ഓ, തിരുമേനി പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമല്ലോ അല്ലേ? അതെ, അങ്ങനെ ഇപ്പൊ വിളക്ക് കൊളുത്തണ്ട, നീ വീട്ടിൽ വന്ന് വിളക്ക് കൊളുത്തിയതിന് ശേഷം വീട്ടിൽ മൊത്തം കഷ്ടകാലം ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പൊ ഇവിടെയും കൂടെ വിളക്ക് കൊളുത്തിയിട്ട് എന്റെ മോന്റെ കല്യാണം മുടങ്ങാനാ, നല്ലൊരു മംഗളകർമ്മ നടക്കാൻ പോകുന്നത്. നീ ആയിട്ട് അത് മുടക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിളക്ക് കൊളുത്താൻ വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങോട്ട് ഇറങ്ങടിന്ന് പറയാ. ദേവതൻ തിരുമേനി, ഓ അങ്ങേര് പറഞ്ഞുകൊണ്ട് നീ എല്ലാം ചെയ്യുവോ? എനിക്കറിയാം ഇതൊക്കെ ചെയ്യാനായിട്ട്, ഇങ്ങോട്ട് മാറാനാ പറഞ്ഞേ. ദൈവത്തെ ഓർത്ത് നിന്റെ കൈ തൊട്ടാന്ന് അശുദ്ധമാക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ തന്നെ നിന്റെ ജാതകവേ ശരിയല്ല. നീ എന്ന് വലതുകാലം വെച്ചാൽ വീട്ടിലേക്ക് കയറിയോ അന്ന് തൊട്ട് എനിക്കും എന്റെ ഭർത്താവിനും മക്കൾക്കും എല്ലാം കഷ്ടകാലം മാത്രമേ ഉള്ളൂ. നല്ലൊരു വിവാഹം നടക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ അശുഭകരമായിട്ട് നീ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കാതെ ഇങ്ങോട്ടെല്ലാം ഒന്ന് മാറി നിൽക്കുക, ഒരു കാര്യത്തിൽ ഇടപെടാൻ വരില്ലെന്ന് പറയണം. രേവതിക്ക് സങ്കടമായി. രേവതി കണ്ണ് നിറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം തിരുമേനി അങ്ങോട്ട് വന്നേ. തിരുമേനി ചെന്താ മോളേന്ന് ചോദിക്കും. ഒന്നുമില്ലെന്ന് പറഞ്ഞങ്ങ് പോയി. തിരുമേനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാനുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാന്ന് പറയാം. ഞാൻ തിരി കത്തിക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി തിരി കത്തിക്കാൻ തുടങ്ങുകയാണ്. തിരുമേനി ഒന്നും മിണ്ടിയില്ല. അവിടെ പോയിരുന്ന് തിരുമേനിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വിളക്ക് കൊളുത്താൻ നോക്കിയിട്ട് തീപ്പെട്ടി കത്തിച്ചിട്ട് കത്തണില്ല. ഒന്ന് കത്തിച്ച്, രണ്ട് കത്തിച്ച്, രണ്ടാമത്തെ കയ്യും കൂടെ പൊള്ളി. ഓ, നാശം പിടിക്കാനായിട്ട് കയ്യും പൊള്ളി. മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ടാ തിരിയൊന്നും കത്താത്തെന്ന് പറയാം. ഈ സമയത്ത് തിരുമേനി പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, രേവതി മോളാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ തിരിയും കത്തിക്കും. പിന്നെ എന്ന് പറഞ്ഞ ഒരു രേവതി മോള് വന്നിരിക്കുന്നു. എല്ലാവരുടെയും വിചാരം അവളെങ്ങോട്ട് മാനത്ത് നട്ട് പൊട്ടി വീണ പോലെയാ എല്ലാവരുടെ സംസാരം. ബാമർ, നീ ഒന്നും മിണ്ടാതിരിക്കണ്ടേ ചന്ദ്രൻ, നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക. എനിക്കറിയേ തിരി കത്തിക്കാന്ന് പറഞ്ഞ് വീണ്ടും കത്തിക്കുമ്പോൾ കത്തുന്നില്ല. ഈ സമയത്ത് തിരുമേനി നോക്കൊന്നും വേണ്ട, ഇത് കാറ്റ് കാരണം കെട്ടുപോണെന്ന് പറയാം. ഇതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞേ. രേവതിക്കാണ് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയാന്ന് പറയാം. ആകെപ്പാടെ നാണം കെട്ട് ചന്ദ്രമതി ഇരിക്കുവാണ്. ഈ സമയം നവീന് കാറ് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ കാറ് വന്നു. കാറിനകത്തേക്ക് കയറി. ആ കാറ് ഓടിച്ച ഡ്രൈവർ നമ്മുടെ സച്ചിയായിരുന്നു. സച്ചിനെയാണ് ഓട്ടം വിളിച്ചത്. കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പം നവീന്റെ ഫോണിനകത്തേക്ക് ഓടുന്നു. പറഞ്ഞോടാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ്. എങ്ങനെയായി? ഒന്നുമില്ല, അങ്ങോട്ട് എത്തുന്നുള്ളൂ. അവൾ ഇന്ന് ഒന്ന് പൊക്കും ഞാൻ. അവളുടെ അഹങ്കാരം ഇന്നത്തോടു കൂടി തീർക്കും. ഇനി കുറച്ച് സമയമേ ഉള്ളൂ, മുഹൂർത്തത്തിന് മുമ്പ് തന്നെ അവളെ പൊക്കണം. അവളെ എന്നോട് ചെയ്ത് ചതിക്കൊന്നും പെട്ടെന്ന് അവളോട് പൊറുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പതുക്കെ കണ്ണാടിയും തിരിച്ചു വെച്ച് ആളുടെ മുഖവും നോക്കുവാണ്. ഇവനാള് കൊള്ളാലോ എന്നുള്ള രീതിയിൽ. എന്നാൽ ശരിയടാ, ഞാൻ അവിടെ എത്തിയിട്ട് പിന്നെ വിളിക്കാം എന്ന് പറയാണ്. പിന്നീട് ഫോണിനകത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നോക്കുവാണ്. എടീ, കുറച്ച് സമയം കൂടെയാ നീ ഇനി അവിടെ സ്വസ്ഥത സമാധാനത്തോടെ ഇരിക്കുള്ളൂ. ഞാൻ ആരാ, നീ ഈ നവീൻ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ.
എൻ്റെ അടുത്താണ് നിന്റെ അഭ്യാസമൊക്കെ. നിന്റെ കല്യാണം ഇന്നത്തോടെ ഞാൻ മുടക്കൂടി, മുഹൂർത്തത്തിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ പൊക്കിയിരിക്കും എന്ന് പറയണം. സച്ചിക്ക് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നല്ല ദേഷ്യം വന്നു. പിന്നീട് എടോ ഒന്ന് ഇച്ചിരി സ്പീഡിൽ പൊക്കോടോ, സമയം പോയിക്കൊണ്ടിരിക്കാന്ന് പറയണം. സച്ചി ദേഷ്യപ്പെട്ടൊന്ന് കണ്ണാടിക്കൂടെ നോക്കുക മാത്രം ചെയ്തു, ഒന്നും സംസാരിച്ചൊന്നുമില്ല. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷനിലിരിക്കുക ശ്രുതിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. അപ്പം മീര വന്നിപ്പം മീരയോട് ചോദിച്ചു എന്താ. പിന്നീട് അവളെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ, അല്ലാതെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ പറ്റില്ല. ഒരു പക്ഷെ അതിനു മുമ്പെങ്ങാനും നവീൻ വന്ന് കുളമാക്കിയിട്ടുണ്ടെങ്കിൽ നാണം കെട്ട് പോകുന്നേക്കാളും ഭേദമല്ലേ ഇപ്പോൾ ഉള്ള സത്യാവസ്ഥ തുറന്നു പറഞ്ഞിട്ട് ഇനി ശ്രുതിക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം സമ്മതിക്കാം, ഇല്ലെങ്കിൽ തിരിച്ചു പോകാം, അതെല്ലാം നല്ലതെന്ന് ചോദിക്കാം. എന്നാലും അത് വേണോ? ഞാനെന്താ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതിനെ വിളിക്കുക. അങ്ങനെ ശ്രുതിനെ വിളിച്ച് ശ്രുതി ഓൾഡെടുക്കുക. ആ ഹലോ പറഞ്ഞോ എന്ന് പറയണേ. ശ്രുതി റെഡിയായെന്ന് ചോദിക്കുക. റെഡിയായിക്കൊണ്ടിരിക്കുമെന്നുള്ളതെന്ന് പറയാം. അല്ല എന്താ കാര്യം? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കേണ്ട. ഇപ്പോഴോ? അതെ, എനിക്ക് കുറച്ച് സംസാരിക്കേണ്ട, സീരിയസ് ആയിട്ടുള്ള കാര്യം. എന്നാ ശരി പറഞ്ഞോളാം പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞു, നിനക്കറിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നെ. കണ്ട നാൾ മുതൽ സ്വന്തം ആക്കണമെന്ന് ആഗ്രഹിച്ചൊരു കല്യാണമാണിത്. നിനക്കും അതുപോലെ തന്നെയാന്ന് എനിക്കറിയാം. നീ എന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാം. പക്ഷെ ഇനിയെങ്കിലും ഈ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ നിന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും ഇത്. നിനക്കറിയാലോ ഞാനൊരു കല്യാണമേ വേണ്ടെന്ന് വെച്ചിരുന്ന ആളാ. പക്ഷെ നിന്നെ കണ്ടതിന് ശേഷം ഒരു വിവാഹം തന്നെ വേണമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. ഇനിയിപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രുതിക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമെങ്കിൽ ശ്രുതി പറഞ്ഞാൽ മതി, എനിക്ക് സമ്മതമാണ്. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടും ഒരിക്കലും ചേരില്ല എന്ന് പറയാം. എന്നിട്ട് ശ്രുതി പറഞ്ഞു, അതെ എൻ്റെ വിവാഹം ഒന്ന് നേരത്തെ കഴിഞ്ഞായിരുന്നു. എൻ്റെ 17ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ എനിക്ക് ഒരു വിവാഹബന്ധം കണ്ടെത്തി. പിന്നീട് അയാൾക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. അതിനകത്ത് എനിക്കൊരു കുഞ്ഞുമുണ്ട്, അവൻ്റെ പേര് ആദീന. ഇതൊക്കെ ഇത്രയും കാലം ഞാൻ മറച്ചു വെച്ച് എനിക്ക് സുധീനെ നഷ്ടപ്പെടുക എന്നുള്ള ഭയം കൊണ്ടാണ്. കാരണം ഞാൻ സുധീനെ അത്ര പ്രണയിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഞാനൊരു വലിയ വീട്ടിലെ പെണ്ണൊന്നുമല്ല, ഒരു സാധാരണ കുടുംബത്തിലാണ്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞ സുധിയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സമ്മതമാണെങ്കിൽ മാത്രം സുധി ഒരുങ്ങി വന്നാൽ മതി എന്ന് പറയാണ്. പെട്ടെന്ന് കോള് കട്ടായി. ഇത് എടുപ്പോൾ ശ്രുതി കൊടുത്തത് എന്ത് പറ്റിയെന്ന് ഓർത്തു. മീര വെച്ച് എന്താ കോള് കട്ടായെന്ന് പറയാം. ആ നല്ല കാര്യം, ശ്രുതി നിന്നെ വിവാഹം കഴിക്കാനായിട്ട് ശ്രുതിക്ക് ഇഷ്ടമില്ല, അതാ കാര്യം. എന്നാലും ഇല്ല, നിന്നെ ആരുടെ ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കുവോ? അതും ഇത്രയും കാലം മറച്ചു വെക്കുകയും ചെയ്തില്ലേ. പിന്നെ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനില്ല, ശ്രുതി വരുമോ നോക്കാന്ന് പറയണം. അങ്ങനെ ശ്രുതിക്ക് ആ പട വിഷമായി വല്ലാത്തൊരവസ്ഥയിൽ ശ്രുതി ഇരിക്കുവാണ്. ഈ സമയത്ത് തിരുമേനിയുടെ അടുത്തേക്ക് കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് രേവതി ഇല്ലുക. രേവതി എന്നപ്പോൾ ചോദിച്ചു, അല്ല മോളെ നീ എന്നാ അവരെ കൂട്ടിയില്ലേന്ന് ചോദിക്കാണ്. അല്ല ആരെ? അല്ല പെണ്ണിനെ. അല്ല ഇപ്പം തന്നെ വരും, ഒരുങ്ങിക്കൊണ്ടിരിക്കും. എന്നൊരു കാര്യം ചെയ്യാം, മോള് പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ. ഞാനോ? മോള് പോയി കൂട്ടിക്കൊണ്ട് പോവാ. അങ്ങനെ വന്നപ്പോഴത്തേനും അവിടെ രവീന്ദ്രൻ ഇരിക്കുന്നുണ്ട്. അല്ല മോളെങ്ങോട്ടാ പോണേ? അല്ല ശ്രുതിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ. അന്നാ മോള് പോയി കൂട്ടിക്കൊണ്ടു. അല്ല അച്ഛൻ ചെന്ന്. ഞാൻ വേണ്ട, മോള് പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ രേവതി കൂട്ടിക്കൊണ്ട് പോകാൻ ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഥയെ മുട്ടിക്കഴിയുമ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനായി ശ്രുതിക്ക്. ആരോ വന്ന് മുട്ടുന്നുണ്ട്. ഇനിയിപ്പം നവീൻ എങ്ങാനും വന്നതിന് ശേഷം പ്രശ്നം ആയിട്ടുണ്ടോ? അതുകൊണ്ടെങ്ങാനും ഇനിയിപ്പോൾ ശ്രുതി വന്ന് വിളിക്കുന്നതാണോ? പേടിച്ച് വിറച്ച് മീരോട് ഞാൻ എന്ത് ചെയ്യും? നീ പറഞ്ഞു. മീര പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ചോദിക്കട്ടെ ആരാന്ന് ചോദിക്കണം. ഞാൻ രേവതിയാന്ന് പറയാം. ഒരുങ്ങുമെന്ന് ചോദിക്കുക. ഇല്ല ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളത് പറയും. പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി ഒരുങ്ങിയെന്ന് ചോദിക്കുക. ശ്രുതി ഒരുങ്ങി വന്നോന്ന് ചോദിക്കാൻ. ഒരുങ്ങി വന്നില്ല എന്ന് പറയും. ഇതോടുകൂടി തകർന്നു എന്ന് ശ്രുതിക്ക് മനസ്സിലായി. അവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. അവൻ ഇനി വിവാഹപ്പന്തലിലേക്ക് വരത്തില്ല, കല്യാണം മുടങ്ങുമെന്നാ തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. രേവതി ഈ സമയം മുറിക്ക് പുറത്ത് നിൽക്കുവാണ് വല്ലാത്തൊരവസ്ഥയിൽ. ഈ സമയം തിരുമേനി കലാവതി മുത്തശ്ശിയും രവീന്ദ്രനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല കല്യാണമാല കൊണ്ടുവന്നോന്ന് ചോദിക്കുകയാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞ് എത്തിയിട്ടില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ശ്രീകാന്തിനോട് പോയി പറഞ്ഞ് എടുത്തോണ്ടായിരുന്നു പറഞ്ഞു. വേണ്ട ഞാൻ ചോദിച്ചെന്നുള്ളൂ, അതൊക്കെ കൃത്യസമയത്തന്നെ ഇങ്ങോട്ട് എത്തിക്കോളൂ. രേവതിയൊക്കെ എല്ലാ തവണ ഇവിടെ മാല കിട്ടുന്നത്. ഏത് വിവാഹം ഉണ്ടെങ്കിലും അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യം മുഹൂർത്തത്തിന് മുമ്പ് തന്നെ മാല എത്തും. ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ബാമയോട് ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഇന്റർനാഷണൽ പൂമാല കിട്ടുകാരിയല്ലേ എന്ന് വെച്ചാ ഒരു ചെറിയ മാല കിട്ടുന്നതിന് ഇത്ര വലിയ ബിൽഡപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ചന്ദ്രമതി അങ്ങോട്ട് നോക്കുമ്പോൾ ദേവും ശ്രീകാന്തും കൂടെ നടന്നു വരുന്നുണ്ട്. കഴുത്ത പൂമാലയൊക്കെ ഇട്ടുണ്ട്. എന്റെ ഭഗവാനെ ചതിച്ചല്ലോ. ഇതിനിടയ്ക്ക് ഇവനീ പണി ഒപ്പിച്ചോ? എന്റെ ഭഗവാനെ ബാമിച്ച എന്താ നോക്ക്, തെങ്ങ് നോക്കി വരുന്ന കണ്ടില്ലേ? ഒരു പൂമാല ഇട്ടുണ്ട് അവര് വരുന്ന കണ്ടില്ലേ? ഒന്നാമത്തെ കാര്യം മനുഷ്യരോട് ഭ്രാന്തി പിടിച്ചിരിക്കുക. ആ മാല കിട്ടുന്ന വീട്ടിൽ നിന്ന് ഒരുത്തിനെ കൊണ്ടുവന്നതിനെ കേട് മാറിയിട്ടില്ല. അപ്പം അടുത്തവനും കൂടെ ആ പരിപാടി കാണിച്ചിരിക്കുന്നു. ദേവനും കുട്ടികളും അവൻ വരുന്ന കണ്ടില്ലേ? നിനക്ക് എന്താ ചന്ദ്രേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. നീ കാണുന്നില്ലേ ബാമ, നീ അങ്ങ് നോക്ക്, അതാരാ നടന്നു വരുന്നത് നോക്ക്. രണ്ടുപേരും മാലയൊക്കെ ഇട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വരുന്ന വരവ് കണ്ടില്ലേ എന്ന് ചോദിക്കുക.
രവീന്ദ്രന്റെ കാര്യം മനസ്സിലായില്ല. കലാവതി മുത്തശ്ശി ഇവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. എനിക്കറിയില്ല അമ്മയെന്ന് പറയാം. ഭാമിച്ചു നിനക്ക് എന്താ പ്രാന്തായെന്ന് ചോദിക്കാം. പിന്നെ അവര് പൂമാല പിടിച്ചോണ്ട് വരുന്ന നിനക്കിപ്പോ എന്താന്ന് ചോദിക്കണം. അല്ല കല്യാണത്തിന് ഒരു പൂമാലയാ കൊണ്ടുവരുന്നതെന്ന് പറയാം. പെട്ടെന്ന് ചന്ദ്രമതി ഒന്നുകൂടെ നോക്കി കഴിയുമ്പോ ശരിയാ, കയ്യിലാ പൂമാല കിടക്കുന്നത്. രണ്ടുപേരും കൂടെ പൂമാല പിടിച്ചോണ്ട് വരുന്ന വരവ് കണ്ടപ്പം ചന്ദ്രമതിയെ സംശയിച്ചു. അത് കഴുത്തേൽ ഇട്ടുകൊണ്ട് വരുന്നതായിട്ടാ ചന്ദ്രമതിക്ക് തോന്നിയത്. അപ്പൊ ചന്ദ്രമതി വിചാരിച്ചെന്താ അവരുടെ വിവാഹം കഴിഞ്ഞു. ആ ഒരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. അപ്പോഴും സമാധാനമായത്. പെട്ടെന്ന് അവരും കൂടെ വന്നു കഴിഞ്ഞപ്പം ചന്ദ്രമതി നിനക്ക് എന്താടാ ഒരു പൂമാല എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലേ? അമ്മ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ പൂമാലക്കല്ലേ ഭയങ്കര വെയിറ്റ്. എൻ്റെ അടുത്ത് നമ്പർ ഇറക്കല്ലോ കേട്ടോ ശ്രീ എന്ന് പറയാണ്. പിന്നീട് ഞങ്ങളെ പൂമാല വെക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പത്തിന് വേണ്ട വേണ്ട നീ ഒന്നും അങ്ങോട്ട് വെക്കണ്ട, ഞാൻ കൊണ്ടാ വെച്ചോളാം, അതിങ്ങ് തരാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി അത് മേടിച്ചിട്ട് തിരുമേനിയുടെ അങ്ങോട്ട് കൊടുക്കുവാണ്. പിന്നീട് ഇങ്ങോട്ട് മായിട്ട് ദേവ് പറഞ്ഞു, അല്ല എന്താ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ശ്രീകാന്തനോട് ചോദിക്കുക. അമ്മയുടെ സ്വഭാവം എങ്ങനെയൊക്കെയാന്ന് പറയണേ. ഈ സമയം ചന്ദ്രമതി ഓടി അവരുടെ നടുക്കിലേക്ക് വന്നു. ഇച്ചിരി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ മോന്റെ കൂടെ തന്നെയാണല്ലോ, നിനക്ക് നാണമില്ലേ? നിനക്ക് വേറൊരു പണിയില്ലേ? അങ്ങോട്ട് പോവണേ അവിടുന്ന്. അവളെ അടിച്ചു മാറ്റാൻ വന്നേക്കുന്നു. ഒരുത്തി വന്നതിന്റെ കേട് മാറിയിട്ടില്ല. ഇനിയിപ്പൊ അടുത്ത അവൾ കൂടെ കയറി വരാനായിട്ടുള്ള ഭാവം എന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവുവിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഇവരെന്താ ഇങ്ങനെ പറയണേ എന്നൊരു ചിന്തയായിരുന്നു ദേവുവിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനി ഉച്ചക്കത്തെ വിശേഷത്തിൽ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ ആ വിശേഷം കയറി കാണണം. അപ്പൊ ഇതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? വിവാഹം നടക്കുവോ, നവീൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ, അതോ ഇനിയിപ്പോ സച്ചി വേറെ എന്തെങ്കിലും ട്രിക്ക് ഒപ്പിക്കുമോ എന്നൊക്കെ അറിയത്തില്ല. അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.